ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റമദാനാകുന്ന അതിഥി നമ്മളിലേക്ക് ആഗതമാവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ ആ റമദാനിനെ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് എന്നും റമദാനിലെ ഏറ്റവും സുപ്രധാനമായ കർമ്മമായ നോമ്പ്, ആ നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചു വന്നത്. എന്നാൽ ഈ ഒരു റമദാനിന് ഇത്രയേറെ പോരിശയുണ്ടാകാനുള്ള ഒരു കാരണമുണ്ട്. റമദാനിന്റെ പ്രത്യേകത കേവലം ഒരു നോമ്പെടുക്കുക എന്ന് മാത്രമല്ല, മറിച്ച് റമദാൻ നോമ്പിന്റെ മാസമാകാനും ഇത്രയേറെ ഫളികൾ ലഭിക്കാനും ഒരു കാരണം. ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറക്കപ്പെട്ടത് റമദാനിലാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഒരുപക്ഷെ നമുക്കെല്ലാം സുപരിചിതമായ ഒരായത്ത്,
ഷഹ്റു റമളാൻ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആനിന്റെ മാസം, നോമ്പിന്റെ മാസം എന്ന് മാത്രമല്ല, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരെ ഈ ഒരു റമളാനിന് പ്രത്യേകതയുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു റമളാനിനെ ചേർത്തു പറഞ്ഞത്, അല്ലെങ്കിൽ നോമ്പിനെ ചേർത്തു പറഞ്ഞത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. റമളാൻ ഖുർആനിന്റെ മാസമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം കൂടി നമ്മൾ മനസ്സിലാക്കണം. നാളെ പരലോകത്ത് ശഫാഅത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല ശഫാഅത്ത് നടത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസാക്കപ്പെട്ട, പ്രത്യേകമാക്കപ്പെട്ട ചില ശഫാഅത്തുകളുണ്ട്. അതല്ലാതെ മറ്റു പ്രവാചകന്മാർ ശഫാഅത്ത് പറയും, മലക്കുകൾ ശഫാഅത്ത് പറയും, ഷഹീദന്മാർ ശഫാഅത്ത് നടത്തും. ഇതൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊന്നുമല്ലാത്ത ചിലരുടെ ശഫാഅത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സിയാം വൽ ഖുർആൻ യശ്ഫഅാൻ ലിൽ അബ്ദി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് നോമ്പും ഖുർആനും നാളെ പരലോകത്ത് അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ നടത്തുന്നതാണ്. എന്നിട്ട് നോമ്പ് പറയുന്ന വാചകം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അസ്സിയാം, ആ നോമ്പ് പറയുന്നതാണ്, ഐ റബ്ബ് മനഅതുഹു ത്വആമ വശ്ശഹവാതി ബിന്നഹാർ. നോമ്പ് അല്ലാഹുവോട് പറയും, റബ്ബേ ദാ പകലിൽ ഞാൻ ഇവന്റെ ദേഹേച്ഛകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ഇവന്റെ ഭക്ഷണങ്ങൾ, ഇവന്റെ വിചാരങ്ങളെല്ലാം അവൻ എനിക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ ഫശഫ്ഇനി ഫീ, എന്റെ ശഫാഅത്ത് അവന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ. നോമ്പ് ശുപാർശ പറയും എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറയുന്നതാണ്, നോമ്പ് അല്ലാഹുവോട് ശഫാഅത്ത് നടത്തുമെന്ന് പറഞ്ഞ അതേ വാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാണ്, ഖുർആനും ശുപാർശ പറയും. ഖുർആൻ പറയും, അല്ലാഹുവേ ഇവൻ എന്നെ ഓതിക്കൊണ്ട് അവന്റെ രാത്രിയെ പകലാക്കിയിട്ടുണ്ട്, അവന്റെ ഉറക്കം അവൻ ഒഴിവാക്കിയിട്ടുണ്ട്. ധാരാളമായി ഖുർആൻ ഓതിയിരുന്ന ആളായിരുന്നു അയാൾ. അതിനാൽ എന്റെ ഈ ശുപാർശ നീ അവന്റെ കാര്യത്തിൽ സ്വീകരിക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുശഫഅൻ, രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കും. എങ്ങനെയായിരിക്കും നോമ്പ് സംസാരിക്കുക, എങ്ങനെയാണ് ഖുർആൻ സംസാരിക്കുക നമുക്കറിയില്ല. കാരണം പരലോകം തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ പരലോകത്ത് കൈകൾ സംസാരിക്കുമെന്നുള്ളത്, നമ്മുടെ കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി നിൽക്കുമെന്നുള്ളത് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ സംസാരിക്കും എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ആ പറച്ചിൽ, ആ ശഫാഅത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നാണ്. നോമ്പിന്റെ കാര്യം ആരെയും പ്രത്യേകം എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും നോമ്പിന് പ്രത്യേകത കൊടുത്തുകൊണ്ട് തന്നെ റമളാനിൽ കാര്യമായി നോമ്പിന് വേണ്ടി പരിശ്രമിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിലോ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലോ അതിപ്പോഴും അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവരാണ് പല ആളുകളും. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യപ്പെടുന്നത്, വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യേണ്ട ഗ്രന്ഥം, ഇങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നതാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നതിന്റെ അർത്ഥം. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള ഖുർആൻ ആ വായിക്കപ്പെടുന്നതാണോ? അതല്ല അലമാരയിൽ എടുത്തു വെക്കപ്പെട്ടതോ? ഒരു പ്രത്യേക പ്രായം വരെ മാത്രം മദ്രസാ തലങ്ങളിൽ മാത്രം ഓതേണ്ടതോ? അങ്ങനെ ചുരുക്കപ്പെട്ട ഒന്നാണോ നമ്മുടെ വീട്ടിലുള്ള ഖുർആൻ? നമ്മൾ സ്വയം പരിശോധിക്കണം എന്ന നിലക്ക് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്തിനു വായിക്കണം, എന്തിനു ഞാൻ പഠിക്കണം, ആ ഒരു ചോദ്യത്തിന് നമ്മൾ ചില ഉത്തരങ്ങൾ കാണേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഖുർആൻ ശുപാർശ പറയും. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല, മറിച്ച് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ. ആ ഖുർആൻ നാളെ പരലോകത്ത് വരും, ശഫീഅൻ ലിഅസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ. ആരാണ് ഈ ഖുർആനിന്റെ ആള്? എന്റെ വീട്ടിൽ ഖുർആൻ ഉണ്ട് എന്ന് പറയുന്നവനല്ല. ആരെങ്കിലും ഖുർആൻ കത്തിക്കണമെന്ന് പറയുമ്പോഴേക്ക് റോട്ടിലിറങ്ങി അതിന് പ്രകടനം നടത്തുന്നവനല്ല. ഖുർആനിനെ ആരെങ്കിലും വിമർശിക്കുമ്പോഴേക്ക് അവന്റെ കൈവെട്ടണം കാലുവെട്ടണം എന്ന് തീരുമാനിക്കുന്നവരല്ല. മറിച്ച് ഖുർആനിന്റെ ആളാകുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നവനാവണം, ഖുർആനിന്റെ ആശയം എന്താണോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാവണം. അതാണ് അസ്ഹാബ് എന്ന് പറഞ്ഞാൽ. അസ്ഹാബ് അത് വെറുതെ ആകാൻ കഴിയൂല. അത് ഖുർആനിന്റെ ആളാവുക എന്ന് പറഞ്ഞാൽ ഖുർആനുമായിട്ട് നമുക്ക് വല്ലാത്ത ബന്ധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഖുർആൻ ധാരാളമായിട്ട് ഓതണം, ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യണം. കാരണം ഖുർആനിലെ ഓരോ ഹർഫുകൾക്കും 1 മുതൽ 10 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മിൻ ഹർഫുൻ വാഹിദ്. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീൻ എന്നുള്ളത് ഒരു ഹർഫാണെന്ന് പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വലീമുൻ ഹർഫുൻ. ഓരോന്നും ഒരാൾ അലിഫ് ലാം മീൻ എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് 30 പ്രതിഫലമുണ്ട്. അയാൾക്ക് 30 പ്രതിഫലമുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ എത്ര ഇരട്ടി പ്രതിഫലം നമുക്കുണ്ട്. അത് സൂറത്തുൽ ബഖറയാണെങ്കിലോ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായിട്ട് കൂടി പ്രിയപ്പെട്ടവരെ അതിന് ഗൗരവം കൊടുക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലെ പദവികൾ ഉയർത്തപ്പെടുന്നത് പോലും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനുമായിട്ടുള്ള ബന്ധം നോക്കിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, നാളെ പരലോകത്തുണ്ടാകുന്ന ഒരു കാര്യം, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് പറയപ്പെടും, ഇഖ്റ വർതഖി വറത്തിൽ കമാ തുറത്തിൽ ഫി ദുനിയ. സ്വർഗത്തിന്റെ ഭാഗത്തു നിന്നിട്ട് അവനോട് പറയാണ്, നീ ഖുർആൻ ഓതിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കയറി. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ചവിട്ടുപടികൾ ഇങ്ങനെ മുകളിലേക്ക്, നരകത്തിന്റെ അടിത്തട്ടിലേക്കും സ്വർഗത്തിന്റെ മുകൾ പരപ്പിലേക്കുമാണ്. അവരോട് പറയാം, നീ ഖുർആൻ ഓതുക. എങ്ങനെ? നീ ദുനിയാവിൽ ഖുർആൻ ഓതിയതുപോലെ നീ ഖുർആൻ ഓതുക. എന്നിട്ട് നീ ഇങ്ങനെ കയറിപ്പോയി. എവിടെയാണോ നിന്റെ ഖുർആൻ പാരായണം അവസാനിക്കുന്നത് അവിടെയാണ് നിന്റെ സ്വർഗത്തിലുള്ള പ്രവേശനം. ഈ ഒറ്റ ഹദീസ് മതി ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് സ്വർഗപ്രവേശനമില്ല എന്ന് മനസ്സിലാക്കാൻ. ഈ ഒറ്റ ഹദീസ് മതി. ഖുർആനുമായിട്ട് ബന്ധമില്ലെങ്കിൽ, ഖുർആനുമായി അടുപ്പമില്ലെങ്കിൽ, ഖുർആൻ ഓതാൻ സമയമില്ലെങ്കിൽ, ഖുർആനിന്റെ കാര്യത്തിൽ ഇപ്പോഴും അമാന്തം കാണിക്കുന്നുവെങ്കിൽ അവരുടെ കാര്യമായി പറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു ഖുർആൻ കൊണ്ട്. നമ്മൾ ഓതേണ്ട ഏതൊരു ഖുർആനാണോ അതേ ഖുർആൻ അവർ ഓതിയപ്പോ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുണ്ട്. മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി നമസ്കാരത്തിന് വേണ്ടി നിൽക്കണം. നല്ല സുന്ദരമായി ഖുർആൻ ഓതാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. സൂറത്തുൽ ബഖറ അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ ഖുർആനിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് സൂറത്തുൽ ബഖറയുടെ ആയത്തുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കുതിര ഇങ്ങനെ ഒരു വിറളി പിടിച്ച പോലെ ഇങ്ങനെ ചാടാൻ തുടങ്ങി. ഹദീസിൽ കാണാൻ പറ്റും, അദ്ദേഹം ഫസക്കസ, അപ്പൊ അദ്ദേഹം മിണ്ടാതുന്നു. നിസ്കരിക്കാണ്, നിസ്കാരത്തിലാണ് ഈ ഖുർആൻ പാരായണം. അപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം മിണ്ടാതിരുന്നു. ഫസക്കതത്, അപ്പോ ആ ഒരു കുതിരയും അടങ്ങി നിന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം ഖുർആൻ ഓതാൻ തുടങ്ങി. വീണ്ടും കുതിര ഇങ്ങനെ ചാടാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും മിണ്ടാതിരുന്നു.
അപ്പൊ ആ ശബ്ദം നിലച്ചു. മൂന്നാമത്തെ തവണയും ഇത് സംഭവിച്ചു. അദ്ദേഹത്തിന് പേടിയായി, ഇനിയും ഞാൻ ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കുട്ടിയായിരുന്ന യഹ്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് യഹ്യ. ആ മകനുണ്ടായിരുന്നു അവിടെ. ആ കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിലുള്ള കുതിര ഇങ്ങനെ ചാടാൻ തുടങ്ങി. ഞാൻ ഖുർആൻ നിർത്തുമ്പോൾ അതിന്റെ ചാട്ടം നിൽക്കും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ, നിങ്ങൾ പാരായണം ചെയ്യൂ. യാ ഇബ്നു ഹുദൈർ, സയ്യിദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ പാരായണം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അപ്പ പാരായണം ചെയ്യാതിരുന്നത് എന്റെ കുട്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്റെ കുട്ടിക്ക് വല്ലതും പറ്റുമോ എന്നുള്ള പേടി കൊണ്ടാണ്. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹം കണ്ട ഒരു കാഴ്ച കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ഖിറാഅത്ത് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോ എനിക്ക് ആകാശം കാണാൻ പറ്റുന്നില്ല. എന്തോ ഒന്ന് മൂടിയതുപോലെ, ഒരു ഇരുട്ട് മുഴുവനായിക്കൊണ്ട് പരന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ അതിലൂടെ നോക്കുന്ന സമയത്ത് എന്തോ ഒരു വിളക്കിന്റെ വെളിച്ചം പോലെ എന്തോ ഒന്ന് ഞാൻ കണ്ടു. എന്തോ ഒരു പ്രകാശം ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇതുകൂടി അദ്ദേഹം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കാണ്, വതദരി മാ ദാക, നിങ്ങൾ എന്താണ് കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞു, ലാ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കറിയില്ല, എന്താ സംഭവം എനിക്കറിയൂല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തിൽക്കൽ മലായിക, അത് മലക്കുകളായിരുന്നു. ദനതി സൗതിക, താങ്കളുടെ ശബ്ദം കേട്ടിട്ട് അവരിങ്ങനെ നിങ്ങളിലേക്ക് അടുത്തതാണ്. വലൗ ഖറഅത, താങ്കൾ ഖുർആൻ പാരായണം തുടർന്നു വന്നിരുന്നുവെങ്കിൽ ലഅസ്ബഹത യൻദുറു നാസു ഇലൈഹാ, പ്രഭാതം വരെ നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ആ മലക്കുകൾ അവിടെ ഉണ്ടാകുമായിരുന്നു. ലാ തതവാറ മിൻഹും, നിങ്ങളെ തൊട്ട് അതൊരിക്കലും അപ്രത്യക്ഷമായി പോകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസൈദ് ഇബ്നു ഹുമൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് സ്വഹീഹായ ഒരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതിന്റെ കളവ് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്വഹാബി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തപ്പോൾ മലക്കുകൾ അവരിലേക്ക് അടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. ആ മലക്കുകളായിരുന്നു അത്. ഇനി ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം. അവരോതിയ സൂറത്തുൽ ബഖറ തന്നെയല്ലേ നമ്മളും ഓതുന്നത്? അവരോതിയ ഖുർആനിന്റെ അതേ ആയത്തുകളാണല്ലോ നമ്മളും ഓതുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളിലേക്ക് ഈ സമാധാനം ഇറങ്ങുന്നില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരം മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗലിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അവർക്ക് ഖുർആൻ കൊണ്ട് വിജയം നേടാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ ഖുർആൻ ഓതുന്ന സമയത്ത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചത്? അതിന്റെ കാരണം എന്താണെന്നറിയും? ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ അറദ്ത അൻ തഅലമ മാ ഇൻദക വ ഇൻദ ഗൈറുക മിൻ മഹബ്ബത്തില്ലാഹ്, നീയാവട്ടെ മറ്റുള്ളവരാവട്ടെ അല്ലാഹുവോട് എത്ര സ്നേഹമുണ്ട് എന്നറിയണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ എത്രത്തോളം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനുള്ളൊരു വഴിയുണ്ട്. നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എങ്കിൽ നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ എത്രത്തോളം ഖുർആനിനോട് ഇഷ്ടമുണ്ട് എന്ന് നീ പരിശോധിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, ഈ ഒരു വാചകം നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ഖുർആനിനോട് നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഇഷ്ടമുള്ളവരായിരിക്കും. ഖുർആനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, അതിനൊന്നും നമുക്ക് സമയമല്ല. നമ്മളിങ്ങനെ ഓടുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരപ്പിടിക്കണം. എന്നിട്ടുണ്ടായോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയോ? ഞാനൊരു കുറ്റപ്പെടുത്തലിന്റെ വാക്കല്ല. ഈ ഒരു വാചകം, ഖുർആനിനോട് നീ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ, ഖുർആനിനെ നീ എത്രത്തോളം നിന്നിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ടോ,
ഖുർആനിന്റെ ആളായി നീ എത്രത്തോളം ജീവിക്കുന്നുണ്ടോ അത്രത്തോളം നീ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം, നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ദുനിയാവിലേക്ക് പ്രവേശനം നൽകിയ, ഈ ദുനിയാവിനെ നമുക്ക് നൽകിയ, ഇന്ന് നമ്മൾ കഴിച്ച ഭക്ഷണവും നമ്മൾ ധരിച്ച വസ്ത്രവും നമുക്കുള്ള വാഹനവും കുടുംബവും വീടും ജോലിയും എല്ലാം നൽകിയ, ഒന്നുമില്ലാത്ത കൈകളുമായി നമ്മൾ വന്നപ്പോ എല്ലാം ഇതിവിടെ സംവിധാനിച്ച ആ റബ്ബിനെ ഇന്ന് വരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ മുഴുവനായി നമ്മൾ ഓതി തീർത്തിട്ടുണ്ടാവും അല്ലേ? അവിടെ നമ്മൾ ആലോചിച്ചു, നമ്മൾ അല്ലാഹനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തീരാ നഷ്ടമാണ് ഉണ്ടാകുക. ഖുർആനുമായിട്ട് നമ്മൾ ബന്ധമില്ലെങ്കിൽ തീരാ നഷ്ടമാണ് അല്ലെ? നമുക്ക് ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകാം, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മൾ വേറെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി കയറി വരണേ, അതിനിടയിൽ എവിടെ ഖുർആൻ ഓതാൻ എവിടെ സമയം? ഞായറാഴ്ച പോലും ഞാൻ പ്രത്യേകം വേറെ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ഒഴിവ് പോലുമില്ല. രാത്രി 11-12 മണിയാകും വീട്ടിലെത്താൻ, പിന്നെ അങ്ങനെ കിടക്കുക ചെയ്യാം. ഇതല്ലേ നമുക്ക് പറയാനുള്ളത്? ഈ ദുനിയാവ് പറയുന്ന ആളുകളോട് ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഖുർആനിനെ സ്വീകരിക്കാനോ അത് ഓതാനോ അത് പാരായണം ചെയ്യാനോ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ ഈ ഒരു ദിക്റിന്റെ കാര്യത്തിൽ, അല്ലാഹനെ സ്മരിക്കുന്ന ഖുർആനിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അത് ഓതാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടുങ്ങിയ ഒരു ജീവിതം ഉണ്ടാവും, ഒരു ഇടുങ്ങിയ ജീവിതം, ഒന്നിലും ഒരു തുറവുണ്ടാവും. നമ്മൾ രാവിലെ ചെല്ലും, ഏതെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി ചെല്ലും, മണിക്കൂറുകളോളം അവിടെ നിൽക്കുന്നു, ശരിയാവൂല. നമ്മൾ ജോലിക്കിറങ്ങും, ശമ്പളം കിട്ടും, സാലറി കിട്ടും, ഒന്നും ആയില്ല, പൈസ കിട്ടുന്നു, അതങ്ങനെ പോകുന്നു, ഒന്നും റെഡിയാവുന്നില്ല. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. എന്നിട്ടോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവനെ ഖിയാമത്ത് നാളിൽ അന്ധനായിക്കൊണ്ട്, കണ്ണ് കാണാത്തവരായിട്ട് വരിക, കണ്ണ് കാണാത്തവരായിക്കൊണ്ട് നാളെ പരലോകത്ത് വരും. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് നൽകണം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു ഫഇന്ന ലഹു മഈശതൻ ദൻകാ, മാത്രമല്ല വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവൻ അന്ത്യനാളിൽ അന്ധനായി കൊണ്ടുവരും. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക കണ്ണ് കാണാത്തവനായിക്കൊണ്ടാണ്. അവൻ ചോദിക്കും, റബ്ബേ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കണ്ണ് കണ്ടിരുന്നല്ലോ, എനിക്ക് മക്കളുണ്ടായിരുന്നു, ഞാനവരെ കണ്ടിട്ടുണ്ട്, ഭാര്യ ഉണ്ടായിരുന്നു, അവരെ കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അല്ലാഹു പറയാ എന്താണെന്നറിയും, ഞാൻ അനക്ക് കാഴ്ച തന്നിരുന്നു, പക്ഷെ കാണേണ്ടതൊന്നും കണ്ടിട്ടില്ല, കാണാൻ പാടില്ലാത്തത് പലതും കണ്ടു, ആവശ്യമുള്ളതിനൊന്നും നീ ഉപയോഗിച്ചിട്ടില്ല. ഈ ഖുർആനിന്റെ ആയത്തും ഖുർആനിന്റെ പേജും ഇന്ന് വരെ മുഴുവനായിട്ടൊന്ന് കണ്ടു തീർക്കാൻ വരെ സാധിക്കാൻ കഴിയാത്ത അത്രയും ദുർബലരായ മനുഷ്യരായി ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് മാറിയില്ലേ? ഇല്ലേ? ഖുർആൻ വായിക്കുന്ന ഒരാള് ജീവിക്കുന്ന ജീവിതമാണോ ഇന്നത്തെ മുസ്ലിമിന്റെ ജീവിതം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കുറച്ചൊക്കെ ദീന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ചൊക്കെ നമ്മളെ പോലുള്ള ആളുകളുണ്ടാവും. അതിനപ്പുറത്തേക്ക് എന്താ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശാലത വേണോ? കുടുസായ ജീവിതത്തിൽ നിന്നൊരു വിശാലത കിട്ടണോ? എന്നാൽ ഖുർആനിന്റെ ആളായി നമ്മൾ മാറണം. അല്ലാഹുവാണ് എല്ലാത്തിലും ഒരു തുറവി നൽകുന്നവൻ, എല്ലാത്തിലും ഒരു എളുപ്പം നൽകുന്നത് റബ്ബാ. ഇനി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം കൂടി കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമ്പത്ത് കിട്ടുമ്പോൾ അതിൽ ബറക്കത്തില്ലെങ്കിൽ 1 ലക്ഷം സാലറി കിട്ടിയിട്ടും കാര്യമില്ല, അതെവിടെ പോയി എന്നുള്ളത് ഒരു വൃത്തുണ്ടാവില്ല. എന്നാൽ ബറക്കത്തുള്ളതാണെങ്കിൽ, ഐശ്വര്യമുള്ളതാണെങ്കിൽ അതെപ്പോഴും ഒരു സേവ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും അൽഹംദുലില്ലാഹ് എല്ലാം ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഒരു വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുക?
ഒരു വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലിഹി വതഹ്ദുറുഹുൽ മലായിക വതഹ്ശുറുഹു ശയാത്തീൻ. ഒരു വീട്, ആ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വീട് വലിയ വിശാലമാണ്, ഐശ്വര്യം കൊണ്ട് വിശാലമാണ്. മലക്കുകൾ എപ്പോഴും ആ വീട്ടിലിറങ്ങും. പിശാചുക്കളാകട്ടെ അവിടെ നിന്ന് തടസ്സം നിർത്തപ്പെടും ചെയ്യും, അവരെ തടഞ്ഞു നിർത്തും. എന്നിട്ട് ആ വീടിന്റെ പ്രത്യേകത പറയാണ്, ധാരാളമായി കൊണ്ട് ഖുർആൻ ഓതുന്ന വീടാണോ എങ്കിൽ എല്ലാ അർത്ഥത്തിലും ഒരു വിശാലത ഉണ്ടായിട്ടുണ്ട്. ഇതേ ഹദീസിൽ വീണ്ടും പറയാണ്, ഒരു വീട് അതിന്റെ ആളുകൾക്കൊക്കെ വല്ലാത്ത കുടുസതുണ്ടാവും, ഇടുങ്ങിയതായിട്ടുണ്ട്. എന്താണ് ആ വീടിന്റെ പ്രത്യേകത? മലക്കുകളുടെ പ്രവേശനം അവിടെ ഉണ്ടാവില്ല, പിശാചുക്കൾ ഇങ്ങനെ വിഹരിച്ചു നടത്തി. ഖുർആനുമായിട്ടൊരു തിരിഞ്ഞുനോട്ടം പോലും ഇല്ലാത്തവരെ. ഖുർആനോടാ സമയമില്ല, ഒന്നിനൊന്നിനും സമയമില്ല. അതിന്റെ ഒരു പരിശോധന നമ്മുടെ വീട്ടിൽ നടത്തിയാൽ മതി. ഒരു കാലത്ത് നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോ മഗ്‌രിബാകുമ്പോഴേക്ക് ഉമ്മയോട് പറയും, ഉമ്മ പറയും, വല്യമ്മ പറയും, മുസാഹിഫ് എടുത്തോട്, ഖുർആൻ എടുത്തോട്. അവരും ഇരുന്നോതും നമ്മളും ഓതും. എന്നാൽ ഇന്നോ ആ ഖുർആനിനെ ആര് സ്വീകരിക്കുന്നു? ഒരു പക്ഷേ നാളെ മദ്രസയിൽ ഖുർആൻ ഓദിപ്പിക്കും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ കുട്ടി ഇരുന്ന് ഓതുന്നുണ്ടാകും. രക്ഷിതാക്കൾക്ക് ഖുർആൻ ഓതാൻ സമയമല്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിലുള്ള പുരുഷന്മാരോട് പറയട്ടെ, എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുന്നത് നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഖുർആൻ ഓതുന്നത് നമ്മൾ മക്കളോട് പറയുന്നുണ്ട്, ഈ ദീനനുസരിച്ച് ജീവിക്കണം. 100 തവണ നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് ആ കുട്ടിയോട് പറയുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ തവണയെങ്കിലും ആ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഓതുന്നത് നമ്മുടെ മക്കൾ കാണും. ഇന്നിങ്ങനെ മക്കൾ വഴിതെറ്റുന്നതിനെ കുറിച്ച് ആചാരമായി സംസാരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വഴിതെറ്റിനെ കുറിച്ച് പറയാം, പ്രശ്നങ്ങളെ കുറിച്ച് പറയാം, പരിഹാരം പറയാൻ ഇന്ന് വരെ ആരെങ്കിലും റെഡിയായിട്ടുണ്ടോ? പരിഹാരം ഇസ്ലാമിലേക്ക് മടങ്ങലാണ്, യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കലാണ്. യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട്, പേരിലല്ല. മുസ്ലിം പേരുണ്ടായതുകൊണ്ട് അയാൾക്ക് യഥാർത്ഥ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടും. അതല്ലെങ്കിലോ തീർച്ചയായും നമ്മൾ പ്രയാസപ്പെടും. അത് ഈ ദുനിയാവിലുള്ള ഇടുക്കങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഒരാൾ ഖുർആനുമായിട്ട് ബന്ധമില്ലെങ്കിൽ അയാളുടെ മരണത്തിന് ശേഷമുള്ള ഒന്നാമത്തെ ഗേഹമാണല്ലോ ഖബർ. ആ ഖബറിലും അയാൾ കുടുങ്ങും. ഖബറിലുള്ള 3 ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മൻ റബ്ബുക എന്ന ചോദ്യം, അതിന് നമ്മൾ ഉത്തരം പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവാണെന്ന് പറഞ്ഞാൽ മതി. ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഒരു ഹദീസ്, ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് 4ാമത്തെ ഒരു ചോദ്യത്തെക്കുറിച്ച്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കും, മാ അമലുക, നിന്റെ കർമ്മങ്ങൾ എന്താണ്? ഒരു ചോദ്യമുണ്ട്, നിന്റെ കർമ്മങ്ങൾ എന്താണ്, നിന്റെ അമൽ എന്താണ്? ആ സമയത്ത് സത്യവിശ്വാസിയാണെങ്കിൽ പറയും, ഖറഅതു കിതാബല്ലാഹ് വആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി. ഇത് പറഞ്ഞാൽ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റും. എന്താ വാചകം എന്നറിയും? ഖറഅതു കിതാബല്ലാഹ്. എന്റെ അമൽ എന്താണ് ചോദിച്ചാൽ അവൻ പറയും, എന്റെ അമലെന്ന് പറഞ്ഞാൽ ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ ആ ഖുർആനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്, ഞാനത് സത്യപ്പെടുത്തി, അതനുസരിച്ച് ജീവിച്ച ആളാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണയെങ്കിലും ഖുർആൻ മുഴുവനായി ഓതി തീർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണ്ടേ? എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാഹുവോട് പറയാം? നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് നാളെ പരലോകത്ത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും, ശുപാർശ പറയുമെന്നുള്ളത് ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് നടത്തും. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെല്ലാവരും ആമീൻ പറഞ്ഞു. എന്നാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ടാണ് നമ്മളെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറയും എന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ തെറ്റി. ഈ ഉമ്മത്തിലാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ശുപാർശ കിട്ടൂല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമായ ആളുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടി അല്ലാഹുവോട് പരാതി പറയും.
ഷഫാഅത്ത് ഉണ്ട് എന്ന് പറയുന്ന അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറയും. അത് ഏതെങ്കിലും അമുസ്ലിമായ വ്യക്തികൾക്കെതിരെയല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്കെതിരെയല്ല, മറിച്ച് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ഈ ഉമ്മത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയും. ഖുർആനിന്റെ ആയത്ത എന്താണ് ആ പരാതി? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകൾക്കെതിരെ ഇങ്ങനെ വിരൽ ചൂണ്ടും. എന്നിട്ട് പറയും, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, ഇയാളുണ്ടല്ലോ, അയാൾ എന്റെ ഖൗമിൽപ്പെട്ടാണ്, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടാണ്. പക്ഷേ ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവര് ഹജ്ർ ചെയ്തു, അഗണ്യതയിലേക്ക് തള്ളിക്കളഞ്ഞു. ഖുർആനിന് കൊടുക്കേണ്ട ഒരു പരിഗണനയും കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ഒരു പരാതി പറഞ്ഞാൽ ആ പരാതി അള്ളാഹു സ്വീകരിക്കൂലേ? എന്നാ പ്രിയപ്പെട്ടവരെ, നാളത്തെ പരലോകത്തിന്റെ രംഗം ഇങ്ങനെ ആലോചിക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ എത്തണം എന്നാണ്. എന്നാ ഖുർആനൊന്നും ഓതാതെ, ഒരിക്കൽ പോലും ഖുർആനിന്റെ ആളായി ജീവിക്കാതെ നമ്മൾ നാളെ പരലോകത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ നടത്തുമോ, അതല്ല നമുക്കെതിരെ പരാതി പറയുമോ? അത് നമ്മൾ പരിശോധിച്ചോളി. ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. നമ്മൾ പഠിക്കാൻ റെഡിയാവണം, ഖുർആനിനെ അറിയാൻ റെഡിയാവണം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ ഖുർആൻ കൊണ്ട് ജീവിച്ച എത്രയോ ആളുകൾ, ഖുർആനിനെ മനസ്സിലാക്കിയ ആളുകൾ, ഖുർആനിനോട് അങ്ങേയറ്റം വെറുപ്പുണ്ടായിരുന്നവർ, പക്ഷേ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയപ്പോ അവർ ഖുർആനിന്റെ ആളുകളായി. നിങ്ങൾക്കറിയുമോ, മഹാനായ ജുബൈർ ബിൻ മുത്ഇം ഒരു കാലത്ത് ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ വിരോധമുള്ള ആളായിരുന്നു. ജുബൈർ ബിൻ മുത്ഇം, ആ ജുബൈർ ബിൻ മുത്ഇം ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരാം. ജുബൈറിന്റെ കുടുംബത്തിലെ പല ആളുകളും ബന്ദിയാക്കി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ജുബൈർ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ്. അങ്ങനെ മദീനത്തേക്ക് വരിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ജുബൈർ മദീനത്തെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജുബൈർ ഇങ്ങനെ നോക്കി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ചൊല്ലണേന്നൊക്കെ നോക്കുക. ആ നോട്ടത്തിനെ കുറിച്ച് ജുബൈർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുർആൻ ഓതുക. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറാൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരായത്ത്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അതല്ല അവരാണോ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിട്ടുള്ളത്, അതല്ല അള്ളാഹുവാണോ? ഈ ഒരു ആശയത്തിൽ അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളും ഇങ്ങനെ ഓതുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ കാണാൻ പറ്റും, ജുബൈർ പറയാണ്, എന്റെ ഹൃദയം ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ, എനിക്കാകെ തലകറങ്ങുന്നത് പോലെ, എന്റെ കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അല്ലാഹ് ഇന്നോടാണോ ചോദിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ആ ഖുർആനിന്റെ ആയത്താണ് ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ആയത്. ഖുർആൻ കൊണ്ടുള്ള മാറ്റങ്ങളാണ്. എത്രയെത്ര സംഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനോട് അങ്ങേയറ്റം വിരോധം വെച്ചവർ പോലും ഖുർആൻ കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറ്റം ലഭിക്കുന്നില്ല? നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആളായി മാറിയേ പറ്റൂ. നമ്മളൊരു തീരുമാനം എടുക്കണം. ഞാനിത് ഈ ഒരു ഖുതുബ നേരത്തെ തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്നറിയും? റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു തീരുമാനത്തിലെത്തണമെന്ന് പറയാൻ. നമുക്ക് ഖുർആൻ ഓതി തീർക്കാൻ പറ്റും. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ എത്ര ആളുകൾ ഖുർആൻ മുഴുവനായി ഓതി തീർത്തിട്ടുണ്ട്? ഒരിക്കലെങ്കിലും ഓതി തീർത്തവരാരൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മളിൽ പല ആളുകളും ഉണ്ടാവണമെന്നില്ല. കുറെ ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ചോദിച്ചാൽ നമ്മൾ ആകെ വശലായിപ്പോവും. ഇത്ര കാലമായിട്ട് ഖുർആൻ ഒന്നും മുഴുവനായിട്ട് ഓതി തീർത്തിട്ടില്ല. നമ്മളൊക്കെ താടി വെച്ച് നടക്കുന്നു, നിസ്കരിക്കുന്നു എന്ന് പറയുന്നു, നോമ്പെടുക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹ് ചോദിക്കൂലേ, ഖുർആനിന്റെ ആളൊക്കെ ആരൊക്കെയാണ്? അവിടെ നമ്മൾ ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവർ, ഏറ്റവും എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ മുന്നിൽ 30 ദിവസങ്ങളുണ്ട്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. 30 ദിവസങ്ങളുണ്ട്. 600 പേജാണ് ഖുർആനിലുള്ളത്. 600 പേജ്. ഒരു ദിവസം 20 പേജ് ഓതിയാൽ
30 ദിവസം കൊണ്ട് നമുക്ക് ഖുർആൻ മുഴുവനായി ഓതി തീർക്കാൻ പറ്റും. വെറും 20 പേജ് 20 പേജ് ഓതുക എന്നുള്ളത് വലിയ ഒരു പ്രയാസമായിട്ട് നമുക്ക് തോന്നണ്ട. 5 വക്ത് നിസ്കാരം എന്തായാലും നമുക്കുണ്ടല്ലോ, നോമ്പും എടുക്കാറുണ്ട്, നിസ്കാരമുണ്ട്. എന്നാൽ ആ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലേക്ക് വന്ന് പിന്നുള്ള കുറച്ച് സമയം ഉണ്ടാകും. ഒന്നുകിൽ ആ സമയത്ത് നമ്മൾ ദുആ നടത്തുക, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 4 പേജ് നമ്മൾ ഓതും. ഓരോ സമയം നമ്മളൊന്നിങ്ങനെ തീരുമാനിക്കണം. ഒരു പക്ഷേ പള്ളികളിൽ തീരുമാനിക്കും തറാവീഹിന്റെ സമയം, നോമ്പിന്റെ സമയം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ്. നമ്മൾ അന്വേഷിക്കും ഏതാണെന്ന്. എങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്താ അറിയാം, ഞാൻ എപ്പോഴാണ് ഖുർആൻ ഓതി തീർക്കേണ്ടത്. 20 പേജ് ഓതണമെങ്കിൽ മാക്സിമം നമുക്ക് വേണ്ടി വരിക അരമണിക്കൂറാണ്. വെറും 30 മിനിറ്റ് മതി, വെറും 30 മിനിറ്റ്. ഇനി അല്ല വല്ലാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ 40ഓ 50ഓ മിനിറ്റ് കൂട്ടിക്കോ. എന്നാലും 24 മണിക്കൂറിൽ ഒരു റമദാൻ തീരുമ്പോ നമ്മൾ അന്നത്തെ ദിവസം തറാവീഹ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുന്ന് കിടക്കുന്നതിന് മുമ്പേ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം, ഈ 20 പേജ് ഞാൻ ഓതി തീർത്തു. ഇല്ലെങ്കിൽ എടുക്കണം, ഫോണല്ല എടുക്കണ്ടേ, ഖുർആൻ എടുക്കണം. ഖുർആൻ എടുത്തിട്ട് ഞാൻ ഓതിയിട്ടേ ഉറങ്ങുള്ളൂ എന്ന് തീരുമാനിക്കണം. എന്നാ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ ഓരോ ബറക്കത്തും അല്ലാഹ് എടുത്തു പറഞ്ഞ കാരണം നമുക്കൊരു സമാധാനം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്വന്തത്തോടെ നമുക്കൊന്ന് പറയാൻ പറ്റും, ഈ ഒരു റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന് ഇങ്ങനെ വരുമ്പോ ഇത്ര കാലം പെരുന്നാളിന് നമ്മൾ ധരിച്ച വസ്ത്രത്തിനേക്കാളും സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിനുണ്ടാകും. കാരണം ഞാൻ ഖുർആനിന്റെ ആളായിട്ടാണ് വരുന്നത്. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്കൊന്ന് സമാധാനിക്കുക, കാരണം ഒരിക്കലെങ്കിലും ഞാൻ ഖുർആൻ മുഴുവനായിട്ട് ഓതിയിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാരൊക്കെ 10ഉം 20ഉം തവണ ഓരോ റമദാൻ ഓതി തീർത്തുവെങ്കിൽ ഈ കാലം വരെ 30 കൊല്ലമായിട്ട് 40 കൊല്ലമായി 50 കൊല്ലമായി എത്രയോ റമദാനുകൾ ഇങ്ങനെ കഴിഞ്ഞുപോയി എന്നല്ലാതെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുക, തീരുമാനിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഇഹലോകവും പരലോകവും നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, നമ്മുടെ ജീവിതത്തിൽ റമദാൻ കടന്നു വരുമ്പോൾ എല്ലാവരും ഐക്യത്തോടെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം സമാധാനത്തോടുകൂടി നിൽക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ പലപ്പോഴും ചില അസ്വാരസ്യങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലതിലും ഉണ്ടാവാറുണ്ട്. അതിന് പക്ഷേ തറാവീഹിന്റെ എണ്ണത്തിലായിരിക്കാം, അല്ലെങ്കിൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല നിലക്കും പല ചർച്ചകളും, അനാവശ്യമായ പല ചർച്ചകളും ഉണ്ടാകും. ഇവിടെ എന്താണ് ഒരു വിശ്വാസി എടുക്കേണ്ട തീരുമാനം? എന്താണ്? ഈ റമദാനിന് പോരിച്ചുണ്ട് എന്ന് പറഞ്ഞതാരാ? അള്ളയാണ്. നോമ്പെടുക്കണമെന്ന് പറഞ്ഞതും അത് പഠിപ്പിച്ചതും ആരാ? അള്ളാഹും റസൂലുമാണ്. തറാവീഹ് നമസ്കാരം നമുക്ക് കാണിച്ചു തന്നതാരാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ എല്ലാ വിഷയത്തിലും ദീനുമായി ബന്ധപ്പെട്ടതാണോ അത് തീരുമാനിക്കുക അള്ളാഹുവാണ്, അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാ വിഷയത്തിലും ആ ഒരു തരത്തിലേക്ക് എത്താൻ പരിശ്രമിക്കണം. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, ഒരു പക്ഷേ ഇന്ന് രാത്രി മുതൽ തന്നെ ചിലപ്പോൾ ചർച്ചകൾ ഉണ്ടാവാം. സോഷ്യൽ മീഡിയകൾ അതിനായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. 3 തരത്തിൽ നമുക്ക് ചർച്ചകൾ കാണാം. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാസപ്പിറയുടെ വിഷയം മുഴുക്കെ അത് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രത്തിന്റെ കണക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. ഇതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുമായി ബന്ധപ്പെട്ടതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുയതി, നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം. വഅഫ്തിറു ലിറുയതി, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുകയും വേണം. അഥവാ പെരുന്നാൾ ആഘോഷിക്കേണ്ടതാവട്ടെ, നോമ്പ് തുടങ്ങേണ്ടതാവട്ടെ, ഒക്കെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇനി ഫഇൻ ഹുമ്മ അലൈക്കും, നിങ്ങൾക്കത് മൂടപ്പെട്ടൊരവസ്ഥയാണ്, കാർമേഘം മൂടിയ അവസ്ഥയാണെങ്കിൽ കാണാൻ സാധ്യത ഉണ്ടല്ലോ എന്നൊന്നും വേണ്ട. ഫസൂമു 30, നിങ്ങൾ 30 പൂർത്തിയാക്കാം. കാരണം അറബ് മാസപ്രകാരം ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30.
നമ്മൾ ഇംഗ്ലീഷ് മാസം പറയുമ്പോൾ 30, 31 വരും. പക്ഷെ അറബ് മാസത്തിൽ മാക്സിമം വരെ 30. 29ന്റെ സമയത്ത് നോക്കും. മാസപ്പിറവി കണ്ടാൽ പിറ്റത്തെ ദിവസം തന്നെ അടുത്ത മാസമായി. എന്നാൽ മാസപ്പിറവി കണ്ടിട്ടില്ലേ എങ്കിൽ 30 പൂർത്തിയാക്കുക, പിറ്റേ ദിവസം അടുത്ത മാസമാകും. ഇതാണ് ശരിക്കുള്ളത്. എന്നാൽ ഇന്ന് പല ആളുകളും ഒന്നാമത്തെ വിഭാഗമായിക്കൊണ്ട് ശാസ്ത്രത്തിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നവരുണ്ട്. വേറെ ചില ആളുകളാകട്ടെ 3 മാസം മാത്രം നോക്കും. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കും, ശവ്വാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കും, ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കും. 2 പെരുന്നാളും നോമ്പിന്റെ വിഷയത്തിൽ മാത്രം നോക്കുന്നത്. അതും പ്രാമാണികമായിട്ട് നമുക്ക് ശരിയാണെന്ന് പറയാൻ കഴിയൂല. കാരണം ഇപ്പൊ നമ്മൾ ശഅബാനിലാണ്. ഈ ശഅബാൻ കൃത്യമായാൽ മാത്രമേ റമദാൻ കൃത്യമാവൂ. റമദാൻ കൃത്യമായാലേ ശവ്വാല് കൃത്യമാവൂ. ശവ്വാല് കൃത്യമായാലേ ദുൽഖഅദ കൃത്യമാകുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിലും നോക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കൂട്ടായ്മ കാലങ്ങളായി അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, ഒരു അനാവശ്യ തർക്കത്തിലേക്ക് പോയി നമ്മുടെ സമയം, നമ്മുടെ ഊർജം അതൊന്നും കളയേണ്ടവരല്ല നമ്മൾ. എന്ത് കാര്യമാണെങ്കിലും, തറാവീഹാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചത്? അത് 11. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതാണോ? എങ്കിൽ പിന്നെ അതനുസരിച്ച് മുന്നോട്ട് പോകാം. അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. ചില ആളുകളാവട്ടെ നിങ്ങളെല്ലാം കുറക്കുന്നവരാണ്, അതും നിങ്ങൾ കുറച്ചു, ഇതും നിങ്ങൾ കുറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 നിസ്കരിച്ചു എന്ന് ഹദീസ് ഉണ്ടാവണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് തെളിവ് വേണ്ടേ? എന്നാൽ അതിനെക്കുറിച്ചൊന്നും പറയാതെ വേറെ പലതിനെ കുറിച്ചുമാണ് പലരും പറയാറുള്ളത്. ഞാനിതൊരു വലിയ ഒരു തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി, ഒരു വിശ്വാസി എന്ന നിലക്ക് അല്ലാഹ് എന്തു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു, അതിനെ സ്വഹാബിമാർ കണ്ട രൂപത്തിൽ നമ്മൾ കണ്ടാൽ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിന് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ഒരു റമദാനാവട്ടെ പെരുന്നാളാവട്ടെ എല്ലാം ഒത്തൊരുമയോടുകൂടി ചെയ്യാനുള്ള ഒരു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുമായിട്ട് ഏറെ സഹകരിച്ച, സാമ്പത്തികമായി ഒരുപാട് സഹായം ചെയ്ത ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബം കുറച്ചു പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.